ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് 4th ചാപ്റ്റർ, നമ്മുടെ +1-ൻ്റെ 4th ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കെമിക്കൽ ബോണ്ടിങ് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ പറയുന്നൊന്നുമില്ല. അത്യാവശ്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് പ്രോബ്ലംസ് ഒന്നും ഇതിനകത്ത് വരില്ല. പകരം ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ VSEPR തിയറി അല്ലെങ്കിൽ MO തിയറി അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിംഗ് പറയുന്നതിലൂടെ നമുക്ക് ഷേപ്പ്, ബോണ്ട് ആംഗിൾ ഒക്കെ ഒരു മോളിക്യൂളിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഒന്നേന്നുണ്ടെങ്കിൽ നമ്മുടെ VSEPR തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ VSEPR തിയറി വെച്ചിട്ട് അമോണിയ മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ, അതിൻ്റെയൊക്കെ സ്ട്രക്ചർ എന്താണ്, ബോണ്ട് ആംഗിൾ എന്താണ്, ഷേപ്പ് എന്താണ് വരാമെന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് തന്നെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം നോക്കുന്നത് VSEPR തിയറി വെച്ചിട്ട് VSEPR തിയറി വെച്ചിട്ട് രണ്ട് മോളിക്യൂൾസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അമോണിയ ആണ്, സെക്കൻഡ് വൺ H2O. ഓക്കെ, അത് രണ്ടിൻ്റെ VSEPR തിയറി വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചറും ബോണ്ട് ആംഗിൾ, അതിനകത്ത് വരുന്ന ഡിസ്റ്റോർഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ലോൺ പെയർസ് എത്ര ഉണ്ട്, ബോണ്ട് പെയർസ് എത്ര ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, VSEPR തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് നമുക്ക് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പോസ്റ്റ്ലേറ്റ്സ് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അമോണിയ മോളിക്യൂളിനെ കുറിച്ചിട്ട് പറയാൻ പോവാണ്. VSEPR തിയറി എന്ന് പറയുമ്പോൾ വാലൻസ് ഷെൽ, ഇലക്ട്രോൺ പെയർ, റിപ്പൽഷൻ തിയറി. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അമോണിയ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വന്നു, അല്ലെങ്കിൽ അതിനകത്ത് എത്ര ബോണ്ട് പെയർസ് ഉണ്ട്, എത്ര ലോൺ പെയർസ് ഉണ്ട്, സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അമോണിയ മോളിക്യൂൾ. അമോണിയ നോക്കി, ഫോമുല എന്താണ്? NH3. ഒരു നൈട്രജനും 3 ഹൈഡ്രജൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അമോണിയ മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജനിലേക്ക് ഹൈഡ്രജൻ അതിൻ്റെ ഇലക്ട്രോൺസ് കൊടുത്തുകൊണ്ട് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് VSEPR തിയറി പ്രകാരം അമോണിയ മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൈട്രജൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത്, നൈട്രജൻ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ് കാണപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ എത്ര? നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതാണ്. അറ്റോമിക് നമ്പർ ബേസിൽ 20 എലമെൻറ്റ്സ് എങ്കിലും പഠിച്ചു വെക്കണം. അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ചാപ്റ്റേഴ്സിലും അത് നമുക്ക് യൂസ്ഫുൾ ആണ്. സോ നമ്മൾ അങ്ങനെ പഠിച്ചത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ദെൻ ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. ഓക്കെ, അപ്പോൾ എത്രാമത്തെ എലമെൻറ്റാ? 7th എലമെൻ്റ് ആണ് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും? 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. മൊത്തം 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. നമ്മളപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? 1s2, 2s2, 2p. 2 ഇലക്ട്രോൺസ് ആയി. പിന്നെ 7 ആവാൻ വേണ്ടി എത്ര വേണം? 4 ഇലക്ട്രോൺസ് ആയി. ബാക്കി 3 കൂടി വേണം. അപ്പം 2p3. അപ്പോൾ നമ്മുടെ ഇന്നർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 1s ആണ്. ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് 2sഉം 2pയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. നമ്മുടെ 2sഉം 2pയിലും കൂടെ ചേർന്നിട്ട് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമ്മുടെ നൈട്രജൻ ആറ്റത്തിനകത്ത് മൊത്തം 5 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ളത്. അപ്പോൾ ഈ 5 ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ എത്ര ഹൈഡ്രജൻസ് ആണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബോണ്ടിങ്ങിൽ? 3 ഹൈഡ്രജൻസ് ആണ്. അപ്പോൾ 3 ഹൈഡ്രജൻസിന് വരാനുള്ള, അല്ലെങ്കിൽ 3 ഹൈഡ്രജൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ബോണ്ട് ചെയ്യാനുള്ള ഇലക്ട്രോൺസ് മതി. നമുക്ക് മൊത്തം 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിലെ 3 ഇലക്ട്രോൺസ് ഹൈഡ്രജന് കൊടുത്തുകൊണ്ടാണ് NH3 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഔട്ട് ഓഫ് 5 ഇലക്ട്രോൺസ് 3 of which bond with ആരുമായിട്ടാ? 3 ഹൈഡ്രജൻസുമായിട്ട് ബോണ്ട് ചെയ്തിട്ടാണ് നമ്മുടെ NH3 മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 ഇലക്ട്രോൺസ് ഹൈഡ്രജനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് ഉണ്ട്. അവയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? അപ്പോൾ 2 ഇലക്ട്രോൺസ് ചേർന്നിട്ട് എന്തായിട്ട് നിൽക്കും? ഒരു ഇലക്ട്രോൺ പെയർ ആകും. ആ ഇലക്ട്രോൺ പെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് ലോൺ പെയർ എന്നാണ്. അപ്പം നമ്മുടെ അമോണിയ മോളിക്യൂളിനകത്ത് 2 ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്ത് ഒരു ലോൺ പെയറും 3 ബോണ്ട് പെയർസും കാണപ്പെടുന്നു.
ഓക്കെ, ഇനി നമുക്ക് സ്ട്രക്ചർ എന്ന് വെച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നതാണ് 5 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുണ്ട്. അതിനകത്ത് 3 ഇലക്ട്രോൺസ് ഹൈഡ്രജനകത്തുള്ള ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നു. ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് ചേർന്നിട്ട് ഒരു ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നു. പെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും 2 എണ്ണം വേണം. ഒരു ലോൺ പെയർ ആണ് നമ്മുടെ അമോണിയ മോളിക്യൂളിനകത്ത് കാണപ്പെടുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. നൈട്രജൻ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഹൈഡ്രജൻസ് ഇതാ ഇങ്ങനെയാണ് കാണപ്പെടാറുള്ളത്. പിന്നെ ആരുണ്ട്? 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൂടി പ്രസന്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രക്ചർ സത്യത്തിൽ വരേണ്ടത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതൊരു ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പം എക്സ്പെക്റ്റഡ് ജിയോമെട്രി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് ജിയോമെട്രി ടെട്രാഹീഡ്രൽ ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്നതോ അതിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ സംഭവിക്കുകയും ആ റിപ്പൽഷന്റെ ഫലമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടെട്രാഹീഡ്രൽ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡിസ്റ്റോർഷൻ നടന്നിട്ടുള്ള സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര്. പക്ഷെ ആക്ച്വൽ ജിയോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ട്രയഗണൽ പിരമിഡൽ. ട്രയഗണൽ പിരമിഡൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അമോണിയക്ക് കിട്ടുന്നത്. അപ്പോൾ സ്ട്രക്ചറിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതെ, നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു വേരിയേഷൻ കാണിച്ച് തന്നെ വരയ്ക്കണം കേട്ടോ. ഇത് 2 ഏകദേശം അടുത്തും ഇത് കുറച്ച് അകത്തിയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു കുറച്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ബോണ്ട് ആംഗിളും വരണം. അതേപോലെ തന്നെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ആക്ച്വൽ സ്ട്രക്ചർ ട്രയഗണൽ പിരമിഡൽ ആണ്. ബോണ്ട് ആംഗിൾ സാധാരണ ടെട്രാഹീഡ്രൽ ജിയോമെട്രി ആണെങ്കിൽ വരേണ്ട ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷേ നമ്മുടെ ഡിസ്റ്റോർഷൻ സംഭവിച്ചുകൊണ്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 107 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ജിയോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ പിരമിഡലും ആക്ച്വൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 107 ഡിഗ്രിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അമോണിയ മോളിക്യൂളിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ചോദിച്ചാലും എഴുതേണ്ടത്. അമോണിയ എന്ന് പറയുന്നത് അതിനകത്തുള്ള സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1s2 2s2 2p 3 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 5 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 3 ഇലക്ട്രോൺസ് നമ്മുടെ ഹൈഡ്രജന് കൊടുത്തുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹൈഡ്രജൻസ് കൊടുത്തുകൊണ്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അവയെ നമ്മൾ ബോണ്ടിങ് പെയേഴ്സ് എന്ന് പറയും. പിന്നുള്ള 2 ഇലക്ട്രോൺസ് ചേർന്നിട്ട് ഒരു ലോൺ പെയർ ആയിട്ട് നിൽക്കും. ആക്ച്വലി നമ്മൾ അമോണിയ എന്ന് പറയുമ്പോൾ 3 ഹൈഡ്രജൻസും ഒരു നൈട്രജനും ചേർന്നിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ ആണ്. പക്ഷേ ഈ ഒരു ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ നടക്കുകയും അതിന്റെ ഫലമായിട്ട് ബോണ്ട് ആംഗിളിൽ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻസ് സംഭവിക്കുക. അതിൻ്റെ സ്ട്രക്ചറിൽ ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ടെട്രാഹീഡ്രൽ സ്ട്രക്ചറിൽ നിന്നും വ്യത്യസ്തമായ ട്രയഗണൽ പിരമിഡൽ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ട്രയാങ്കുലർ പിരമിഡൽ എന്നൊക്കെ പറയുന്നുണ്ട്. ട്രയഗണൽ പിരമിഡൽ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ടെട്രാഹീഡ്രൽ ആയിരുന്നെങ്കിൽ അതിന് വേണ്ടിയിരുന്ന ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 107 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത മോളിക്യൂൾ എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾ ആണ്. നമ്മുടെ VCP തിരി വെച്ചിട്ട് വാട്ടർ മോളിക്യൂളിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂളിനെ കുറിച്ച് എന്തൊക്കെ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? നിങ്ങൾ ഈസി എന്നൊന്നും എഴുതാതെ എക്സാമിന് എഴുതുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എക്സ്പാൻഡ് ചെയ്ത് തന്നെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് 2 hours കിട്ടുന്നതിൽ നമുക്ക് അത്യാവശ്യം എഴുതേണ്ട കാര്യങ്ങൾ എഴുതാനുള്ള സമയമുണ്ട്. നിങ്ങൾ പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ഷോർട്ട് ഫോം എഴുതാതെ എക്സ്പാൻഡ് ചെയ്ത് തന്നെ എഴുതാനായിട്ട് നോക്കാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓക്സിജൻ എന്ന് പറയുന്നത് എത്രാമത്തെ എലമെൻ്റ് ആണ്? നമുക്കറിയാം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. 8th എലമെൻ്റ് ആണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യണം. 1s2 2s2 2p
6 എടുത്തു കഴിഞ്ഞാൽ മൊത്തം 10 ആവും. 6 വേണ്ട, അപ്പോൾ 2p4. ഓക്കെ, 1:2 2p4 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് എത്രയാണ്? 2s 2pയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. സോ അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 + 4 എത്രയുണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിനകത്ത് നമുക്കറിയാം എത്ര ഹൈഡ്രജൻസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്? 2 ഹൈഡ്രജൻസിനാണ്. അപ്പോൾ 2 ഹൈഡ്രജൻസിന് 2 ഇലക്ട്രോൺ ഓക്സിജൻ കൊടുത്താൽ മതി. അപ്പോൾ 2 ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 6-നകത്ത് നിന്ന് 2 പോയിട്ട് ബാക്കി 4 ഇലക്ട്രോൺസ് നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്. ഈ 4 ഇലക്ട്രോൺസ് എന്തായിട്ട് നിൽക്കും? 4 ഇലക്ട്രോൺസ്, അതായത് 2 ഇലക്ട്രോൺസ് ഓഫ് ആരാ? നമ്മുടെ ഓക്സിജൻ കമ്പൈൻ വിത്ത് ഹൈഡ്രജൻസ്, 2 ഹൈഡ്രജൻസ് ടു ഫോം H2O. പിന്നെന്തുണ്ട്? ബാക്കി നമ്മുടെ 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഇലക്ട്രോൺസ് നമ്മുടെ ഓക്സിജനകത്തുണ്ട്. ഈ 4 ഇലക്ട്രോൺസ് എത്രയായിട്ട് നിൽക്കും? 2 ലോൺ പെയേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, 2 ലോൺ പെയർ എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ്? 1 ലോൺ പെയർ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ 2 ലോൺ പെയർ എന്ന് പറയുമ്പോൾ 4 ഇലക്ട്രോൺസ് ചേരുന്നതാണ്. അപ്പോൾ ഈ 4 ഇലക്ട്രോൺസ് ചേർന്നിട്ട് 2 ലോൺ പെയർ ആയിട്ട് നിൽക്കും. ഇനി എന്താണുള്ളത്? അപ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞു, ഏകദേശം എല്ലാം പറഞ്ഞു. എത്ര ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്, എത്ര ഇലക്ട്രോൺസ് ആണ് ഫ്രീ ആയിട്ടുള്ളത്, അത് എന്തായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എന്താ നമ്മുടെ ഓക്സിജൻ സെൻറ്ററിൽ 2 ഹൈഡ്രജൻസ് ഇങ്ങനെ വരുന്നൊരു സ്ട്രക്ചറാണ് വരേണ്ടത്. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞാലും ഇത് ഏകദേശം ടെട്രാഹീഡ്രൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ തന്നെയാണ്. പക്ഷേ ഇവിടെ എത്ര ലോൺ പെയേഴ്സ് ഉണ്ട്? നമുക്ക് 4 ലോൺ പെയേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്ട്രക്ചറിൽ എന്ത് വരണം? അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതായത് നമ്മുടെ സ്ട്രക്ചർ പറയുമ്പോൾ ഹൈഡ്രജൻ ഒരു ലോൺ പെയർ ഇവിടെ, ഒരു ലോൺ പെയർ ഇവിടെ. ഇത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ലോൺ പെയേഴ്സ് വരച്ച് കാണിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ബോണ്ട് ആംഗിൾ കൊടുക്കണം. അതായത് ടെട്രാഹീഡ്രൽ ആയിരുന്നു എങ്കിൽ, നമ്മൾ നേരത്തെ അമോണിയയുടെ കേസ് പറഞ്ഞതുപോലെ ടെട്രാഹീഡ്രൽ ആയിരുന്നു എങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ് വരേണ്ട ബോണ്ട് ആംഗിൾ 2 ലോൺ പെയേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ലോൺ പെയർ റിപ്പൽഷനും ബോണ്ട് പെയർ റിപ്പൽഷനും എല്ലാം ഉണ്ട്. സോ അതിനനുസരിച്ചുള്ള ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്. പിന്നെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ജിയോമെട്രി ആക്ച്വൽ ജിയോമെട്രി എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ സംഭവിച്ചതുകൊണ്ട് തന്നെ പുതിയൊരു ജിയോമെട്രിയാണ്. നമ്മളതിനെ ബെൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ആംഗുലാർ ജിയോമെട്രി എന്ന് പറയും, അതും അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ ബെൻഡ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നത്. സോ ബെൻഡ് എന്ന് പറയുന്ന ഒരു ജിയോമെട്രിയാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിനുള്ളത്. ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എത്ര ലോൺ പെയേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലോൺ പെയേഴ്സ് ഉണ്ട്, 2 ലോൺ പെയേഴ്സ് ഉണ്ട്, 4 ഇലക്ട്രോൺസ് ചേരുന്ന 2 ലോൺ പെയേഴ്സും 2 ബോണ്ട് പെയേഴ്സും ആണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിനകത്ത് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറ്റോമിക് ഓർബിറ്റൽ ഇലക്ട്രോൺസ് കാണപ്പെടുന്ന നമ്മുടെ ആറ്റത്തിലെ ഭാഗത്തിനെ നമ്മൾ ഓർബിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് നമ്മൾ പറയും. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തിട്ടാണ് ഒരു മോളിക്യൂളായിട്ട് മാറുന്നത്, ഒരു സ്പീഷീസ് ഒരു മോളിക്യൂളായിട്ട് മാറുന്നത്. സോ ഈ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഇന്റർമിക്സിങ്, അതായത് അപ്രോക്സിമേറ്റ്ലി സെയിം എനർജി വരുന്ന, ഏകദേശം സെയിം എനർജി വരുന്നതാണ്, ഈക്വൽ എനർജി വരുന്നതെന്നല്ല, അപ്രോക്സിമേറ്റ്ലി സെയിം എനർജി വരുന്ന അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് അപ്രോക്സിമേറ്റ്ലി സിമിലർ എനർജി combine to form hybrid orbitals. Atomic orbitals similar energy ഉള്ള atomic orbitals combine ചെയ്തിട്ട് hybrid orbitals form ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് hybridization. Hybridization is the process of intermixing of atomic orbitals having approximately similar energy to form hybrid orbitals. ഓക്കെ, ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക്
സെയിം എനർജി ആയിരിക്കും. നമ്മൾ മിക്സ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസിന് ഡിഫറെൻറ്റ് എനർജി ആണെങ്കിൽ കൂടിയും ഫോം ചെയ്യുന്നതിന് സെയിം എനർജി ആയിരിക്കും ഉണ്ടാവുക ഹൈബ്രിഡ് ഓർബിറ്റൽസിന്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷനിലൂടെ കിട്ടുന്ന ഓർബിറ്റൽസിനെ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ 3 ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ള നമ്മൾ ജസ്റ്റ് നമ്മുടെ NCERT-ക്കകത്ത് ടാബുലാർ കോളത്തിൽ ബാക്കിയുള്ള ഹൈബ്രിഡൈസേഷൻ കൂടി പറയുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് SP ഹൈബ്രിഡൈസേഷൻ, SP2, SP3 കേട്ടോ. ഈ 3 ഹൈബ്രിഡൈസേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് SP ഹൈബ്രിഡൈസേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് SP ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോമൺ ആയിട്ട് SP ഹൈബ്രിഡൈസേഷൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് SP ഹൈബ്രിഡൈസേഷൻ, ഏതൊക്കെ ആറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്, ഏത് ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ എത്രമാത്രം ഡിസ്റ്റൻസിലാണ് അത് ഫോം ചെയ്ത് നിൽക്കുന്നത്, ബോണ്ട് ആംഗിൾ എത്ര, അതിൻ്റെ സ്ട്രക്ചർ എന്താ, ജിയോമെട്രി എന്താ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമേ. SP ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ SP ഹൈബ്രിഡൈസേഷൻ. SP ഹൈബ്രിഡൈസേഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഏതൊക്കെ അറ്റോമിക് ഓർബിറ്റൽസ് ആയിരിക്കും? 1s-ഉം 1p ഓർബിറ്റലും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് SP ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഹൈബ്രിഡൈസേഷന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. എത്ര ഹൈബ്രിഡ് ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നോ അതിൻ്റെ അത്രയും തന്നെ എണ്ണം ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ ഇപ്പോൾ ഒരു S-ഉം ഒരു P-യും കൂടി, അതായത് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്തത്. സോ 2 SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും, 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. സോ മൊത്തം 2 SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ കാര്യം ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ ഒരുപാട് പോസ്റ്റ്ലേറ്റ്സ് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, ഒരു S-ഉം ഒരു P-യും കൂടെ കമ്പൈൻ ചെയ്ത് 2 SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഫോം ചെയ്യുമ്പോൾ ഒരു S ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമുക്കറിയാം, സ്ഫെറിക്കൽ ഷേപ്പാണ്. P ആകുമ്പോഴോ ഡംബൽ ഷേപ്പാണ്. അപ്പോൾ ഇവ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ ഓവർലാപ്പിംഗ് ഒക്കെ പഠിച്ചതാണ്. 2 ടൈപ്പ് ഓവർലാപ്പിംഗ് ഉണ്ട്, ആക്സിയൽ ഓവർലാപ്പിങ്ങും ലാറ്ററൽ ഓവർലാപ്പിങ്ങും. അപ്പോൾ ഒരു S-ഉം P-യും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ആക്സിയൽ മാത്രമേ പറ്റുള്ളൂ. ലാറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്? ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നതിന് ശേഷം ഇതിനകത്തുള്ള ഇതിനകത്തൊരു ഇലക്ട്രോൺ ഉണ്ടാവും, ഇതിനകത്ത് ഓപ്പോസിറ്റ് സ്പിന്നിൽ ഇലക്ട്രോൺ ഉണ്ടാവും, ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, SP ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഈ SP ഹൈബ്രിഡ് ഓർബിറ്റലിനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇതൊരു SP ഹൈബ്രിഡ്. ഇപ്പോൾ ഇതേപോലുള്ള 2 SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും നമുക്ക് ഇത് തമ്മിൽ കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ആദ്യമേ ഒരു SP ഹൈബ്രിഡ് ഓർബിറ്റലായിട്ട് നിൽക്കും. ഇതിലേക്കാണ് നമ്മൾ പിന്നീട് ആഡ് ചെയ്യപ്പെടുന്ന മോളിക്യൂൾ ഏതാണോ അതിൻ്റെ ഓർബിറ്റൽ വന്നിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയും അടുത്ത SP ഹൈബ്രിഡ് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെയും നിൽക്കും. ഓക്കെ, ഇത് രണ്ടും സെയിം ഡയമെൻഷനിൽ വരയ്ക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഫോം ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ. പിന്നെ അതുപോലെ തന്നെ ഇത് ഫോം ചെയ്ത് നിൽക്കുന്ന നോക്കിയേ, ഇതിൻ്റെ ബോണ്ട് ആംഗിൾ നമുക്ക് പറയാം. ഇതിൻ്റെ ബോണ്ട് SP ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്, ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്. ബോണ്ട് ആംഗിൾ നമ്മൾ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോണ്ട് ആംഗിൾ എത്ര വരിക? 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ. അതുകൊണ്ട് തന്നെ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ജോമെട്രിയാണ്. അപ്പോൾ ഏതൊരു മോളിക്യൂൾ SP ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാലും നമുക്ക് എളുപ്പം എന്ന് പറയാവുന്നതും ഉറപ്പിച്ച് പറയാവുന്ന കാര്യം അതിൻ്റെ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ജോമെട്രി ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. SP ഹൈബ്രിഡൈസേഷൻ്റെ 2 എക്സാമ്പിൾ നമുക്ക് NCERT-ൽ പറയുന്നുണ്ട്. അത് രണ്ടും ഒന്ന് നോക്കാം.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് BeCl2 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബെർലിയം ക്ലോറൈഡ്. അപ്പോൾ അതിനകത്ത് ബെർലിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പോൾ അതിനകത്ത് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ബെർലിയം ആണ്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബെർലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബി. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ബെർലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് അറ്റോമിക് നമ്പർ എത്ര? ബെർലിയം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം. ഫോർത്ത് എലമെന്റ് ആണ് സോ 1s2 2s2. 4 ഇലക്ട്രോൺസ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെർലിയം ആണ് ആദ്യം നമ്മൾ എഴുതിയത്. ഇതെന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതായത് യാതൊരു എക്സൈറ്റേഷനും യാതൊരു എക്സ്റ്റേണൽ എനർജിയും അബ്സോർബ് ചെയ്തുകൊണ്ട് യാതൊരു പ്രോസസ്സും നടക്കാതെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോൺസ് ഇരിക്കുമ്പോഴുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ എഴുതാൻ പോകുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇതിനകത്ത് നമുക്ക് അടുത്ത ഓർബിറ്റൽ ഏതാ? 1s 2s കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? 1s 2s 2p 3s അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ എസ് കഴിഞ്ഞ് 2s കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? 2p ആണുള്ളത്. ഇനി 2p ഓർബിറ്റലിലേക്കായിരിക്കും ഇത് എക്സൈറ്റ് ചെയ്തതിൻ്റെ ഇലക്ട്രോൺസ് പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ 1s2 2s. അപ്പം നമുക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് അതിൻ്റെ ഓർബിറ്റൽ ഒന്ന് വരച്ച് നോക്കാം. അതായത് ബെർലിയം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എങ്ങനെ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ എസ് ഓർബിറ്റലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺസിനെ. പി ആകുമ്പോഴോ 6 ഇലക്ട്രോൺസിനെ പറ്റും സബ്ഷെല്ലിലായിട്ട്. അപ്പോൾ നമ്മുടെ ബെർലിയം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. എസ്സിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. പിയിൽ ഇത് നമ്മുടെ എസ് ഓർബിറ്റലാണ്, ഇത് പി ഓർബിറ്റലാണ്. പിയിൽ നോക്കിയേ, സോറി 1s ആണിത്. പി എഴുതാനായിട്ട് പി ആയിട്ടില്ല, 2s നമുക്ക് കൊടുക്കണ്ടേ? 1s ഉണ്ട്, ഇത് 2s 2p. നമുക്ക് ഈ 1s എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം എപ്പോഴും നമ്മൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിനെ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 1s കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നീട് അങ്ങോട്ട് പറയാറുള്ളത്. അപ്പോൾ 1s എഴുതിയതുകൊണ്ടൊക്കെ എടുക്കട്ടെ. 1s 2sനകത്ത് 2 ഇലക്ട്രോൺസ്, 2pനകത്ത് ആരുണ്ട്? നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ 1 ഇലക്ട്രോൺസും ഇല്ല, കാരണം 2 എസ്സിലായിട്ട് 1sലും 2sലുമായിട്ട് ഇലക്ട്രോൺസ് എല്ലാം അക്കോമഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. നമ്മളിപ്പോൾ 2s 2p മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഇത് 2s, ഇത് നമ്മുടെ 2p. അപ്പോൾ ഒരു എനർജി അബ്സോർബ് നമുക്കറിയാം, സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസിന് ഇജക്റ്റ് ചെയ്യാൻ പറ്റും, എക്സൈറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ 2sൽ 2 ഇലക്ട്രോൺസ് ഇരിക്കുകയാണ് നോർമൽ കേസിൽ. ഇതിലുള്ള ഒരു ഇലക്ട്രോൺ ഇതാ നമ്മുടെ 2pയിലോട്ട് എക്സൈറ്റ് ചെയ്ത് പോകും. ഇതാണ് ഇതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇത് കാണുന്നില്ലേ? ഇതാ, അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് അതേപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ എഴുതി. അപ്പോൾ ഈ ബെർലിയത്തിൻ്റെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ഒരെണ്ണത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഒരെണ്ണം 2pയിലേക്ക് പോയി. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? ഏകദേശം സിമിലർ എനർജി ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നത് മോളിക്കുലർ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ബെർലിയം സെൻട്രൽ ആറ്റം ആണ്. ബെർലിയം ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യണം, എന്നതിന് ശേഷം അത് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യണം, അതിൻ്റെ അറ്റോമിക് ഓർബിറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഓൾറെഡി ബെർലിയം ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെർലിയം ദാ ഇങ്ങോട്ട് നോക്കിയേ, ഒരു എസ്സും ഒരു പിയും, അതായത് 2sനകത്ത് ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോൺ 2pയിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോയി. അങ്ങനെ ആകുമ്പോൾ എസ്സും പിയും കൂടി കമ്പൈൻ ചെയ്യാനായിട്ട് നോക്കും, കാരണം അത് രണ്ടും ഏകദേശം സിമിലർ എനർജിയാണ്. രണ്ടും 2ലുള്ളതാണ്, 2sനകത്തുള്ളതാണ്, സെക്കൻഡ് ഷെല്ലിനകത്തുള്ളതാണ്. അപ്പോൾ അത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ദാ ഒരു എസ്സും ഒരു പിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്ത് നിൽക്കും. പിന്നെ നമ്മുടെ ഇനിയുള്ളത് ആരാ? ക്ലോറിൻ ആണ്. ക്ലോറിൻ എത്ര എണ്ണം ഉണ്ട്? ക്ലോറിൻ 2 ക്ലോറിൻ ഉണ്ട്. ക്ലോറിൻ്റെയും കൂടി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ കേട്ടോ, അതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ. അതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര വരും? നമ്മുടെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം,
അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന് മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. 17th എലമെന്റ് ആണ് നമ്മുടെ ക്ലോറിൻ. സോ അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും? നമുക്ക് നിയോൺ വെച്ചിട്ട് എഴുതാം. നിയോൺ അല്ലേ, നമുക്ക് എപ്പോഴും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ എടുക്കുന്ന എലമെന്റിന് തൊട്ട് മുന്നേ ഉള്ള നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷനോട് ചേർത്ത് നമുക്ക് എഴുതാവുന്നതാണ്. കാരണം അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. സോ നമ്മൾക്കത് എടുത്ത് എഴുതാം. അപ്പം നമ്മുടെ ക്ലോറിന് മുന്നേ മറ്റ് ഉള്ള എന്താണ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ആണ്. നമ്മുടെ സോഡിയത്തിന് തൊട്ട് മുന്നേ ഉള്ള നിയോൺ ആണ്. 10 ആണ് നമ്മുടെ നിയോണിന്റെ ഇലക്ട്രോണിക് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ 10 ഇലക്ട്രോൺസ് നമുക്ക് ഇതിനകത്ത് അങ്ങ് അക്കോമഡേറ്റ് ചെയ്യാം. ബാക്കിയുള്ളത് എഴുതിയാൽ മതി. അപ്പൊ നിയോണിന്റെ ഒന്ന് എഴുതി നോക്കണ്ടേ? 1s2 2s2 2p 6. ഓക്കെ, 6 2 8 2 10 ആയി. അപ്പോൾ 1s2 2s2 2p 6 വരെ ഈ നിയോണിനകത്ത് ഉൾപ്പെടും. ഇനി ആരുണ്ട്? 1s2 2s2 2p 6 കഴിഞ്ഞാൽ പിന്നെ ആരുള്ളത്? 3s2 3p ആണ് വരുന്നത്. ഇനി അതിനകത്ത് വരുന്നത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നിയോൺ എഴുതി, ദെൻ 3s2. അപ്പോൾ എത്ര ആയി? 12 ആയി. ഇനി എത്ര വേണം? 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 17 ആകാനായിട്ട് 5 ഇലക്ട്രോൺസ് കൂടി വേണ്ടേ? അപ്പോൾ നമ്മുടെ പിയിൽ 3p5. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്ലോറിൻ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയില്ലേ? നിയോൺ 3s2 3p5. അപ്പോൾ 3s2 3p5 മതി നമുക്ക്. അപ്പൊ നോക്കിയേ, (3s2 3p5) 3s2 3p5 നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം? വരയ്ക്കുകയാണെങ്കിൽ 3s നമുക്ക് വരയ്ക്കാം. 2 ഇലക്ട്രോൺസ് ഉണ്ട്. പി ഓർബിറ്റൽ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോഴേ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിഷമിക്കേണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി ഓർബിറ്റൽ ഫില്ല് ചെയ്യുമ്പോൾ നോക്കിയേ, എന്താ 1 2 3 നമ്മളെപ്പോഴും റൂൾസ് പ്രകാരം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്കത് ഡൗട്ടായിട്ട് മാറും. അപ്പോൾ ഓരോന്നും ഹാഫ് ഫിൽഡ് ആക്കി എന്നതിന് ശേഷം ഓരോന്നിനകത്തായിട്ട് പെയറിങ് നടക്കാം. അപ്പോൾ എത്ര ആയി? ഇതിലിപ്പോൾ 2 ആയി, 2 ആയി 4 5. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാ നോക്കിയേ, ക്ലോറിൻ്റെ പി ഓർബിറ്റലിനകത്ത് നമുക്ക് ഈ പി എന്ന് പറയുന്നത് ഏതൊക്കെ ആകാം? പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി ഇസഡ് ഉണ്ട്. ഓക്കെ, പി എക്സ്, പി വൈ, പി ഇസഡ് ഉണ്ട്. അപ്പോൾ പി ഇസഡിനകത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഗുണം നമ്മുടെ ക്ലോറിന്? അതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് മാറും. അല്ലാന്നുണ്ടെങ്കിൽ പി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും, എക്സ്ട്രാ സ്റ്റേബിൾ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ BeCl2 എന്ന് പറയുന്ന മോളിക്യൂൾ കമ്പൈൻ ചെയ്യുന്നത് തന്നെ, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഇലക്ട്രോൺസ്, അപ്പോൾ നമുക്ക് 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 2 ക്ലോറിനും ഓരോ ഇലക്ട്രോൺസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ 3p5-നകത്ത് ഒരു ഇലക്ട്രോൺ ആര് കൊടുക്കും? നമ്മുടെ ബെർലിയം കൊടുക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതെങ്ങനെ കൊടുക്കുന്നത്? കാരണം നമ്മുടെ ബെർലിയം എക്സൈറ്റ് ചെയ്ത് ഇതാ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ആണ് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്ട്രക്ചർ വരയ്ക്കുന്നതെന്ന് നോക്കാം. ബെർലിയം, ബെർലിയത്തിന്റെ നമ്മൾ ഓർബിറ്റൽ വരച്ചു. ഇതാണ്ടേ ഒരു sp ഓർബിറ്റല്, അടുത്ത sp ഹൈബ്രിഡ് ഓർബിറ്റല് തമ്മിൽ കമ്പൈൻ ചെയ്ത് നിൽക്കുകയാണ്. ഇതിലേക്ക് ആര് വരെയാണ്? നമ്മുടെ 3p വരെയാണ്. പിയുടെ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ പിന്നെയും ഡബിൾ ഷേപ്പ് ആണ് അടുത്തത്. അതേപോലെ ഓക്കെ, അപ്പൊ നമ്മളിവിടെ 2 ഇലക്ട്രോൺസ് ആയി, ഇവിടെയും 2 ഇലക്ട്രോൺസ് ആയി. ഇവ തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ ഇവർക്കും ഇലക്ട്രോൺസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ BeCl2ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ BeCl2. ഇതൊരു sp ഓർബിറ്റലാണ്, ഇതൊരു sp ഹൈബ്രിഡ് ഓർബിറ്റലാണ്. ഇത് മറ്റൊരു p ആണ്, 3p ആണിത്. ഇതൊരു 3p ആണ്. ഇത് കമ്പൈൻ ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന എന്താണ്? ബോണ്ട് ആംഗിൾ. ബോണ്ട് ആംഗിൾ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ ആണ്. ജോമെട്രി, നമ്മുടെ ഹൈബ്രിഡൈസേഷൻ പ്രകാരം ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ജോമെട്രി ആണ്. ഓക്കെ,
sp ഹൈബ്രിഡൈസേഷൻ തന്നെ അസെറ്റിലീൻ മോളിക്യൂളിനെ കുറിച്ചിട്ടാണ്. അസെറ്റൈലീൻ എന്നാണ് കേട്ടോ, അസെറ്റിലീൻ മോളിക്യൂൾ. അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH നമ്മൾ എഴുതുമ്പോൾ C2H2 എന്ന് എഴുതും. ഓക്കെ, C2H2 അസെറ്റിലീൻ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിനും sp ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ sp ഹൈബ്രിഡൈസേഷൻ്റെ കൂട്ടത്തിൽ അത് പറയാൻ പോകുന്നത്. അപ്പോൾ അസെറ്റിലീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. വീണ്ടും കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യമേ എഴുതി നോക്കാം. അത് അത്ര നമ്മുടെ സ്റ്റെപ്സ് എപ്പോഴും അതിൻ്റെതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ എഴുതാൻ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ. അപ്പോൾ എത്ര വരും? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 6 ആണ്. 1s2 2s2 2p2 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2s 2p എടുത്തിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. 2sനകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2pക്കകത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, 2s 2p ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഈ 2pയെ കുറിച്ചിട്ട് പറയുമ്പോൾ 2p ഏതൊക്കെ വരാം? 2px ഉണ്ട്, px ഉണ്ട്, py ഉണ്ട്, pz ഉണ്ട്. അതിനകത്ത് നമ്മുടെ എലോങ് ദ ആക്സിസ് നിൽക്കുന്നത് pz ആണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ p ഓർബിറ്റിൽ വരയ്ക്കുമ്പോൾ x ആക്സിസും y ആക്സിസും z ആക്സിസും ഒക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് px എന്ന് പറയുന്നത് ഇതാണ്. ഇത് px, സോറി ഇത് pz ആണ്. ഇത് px, ഇത് py. അപ്പം നമ്മൾ ഓർബിറ്റൽ എന്താണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ pz ആണ് എലോങ് ദ ആക്സിസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എലോങ് ദ ആക്സിസ് pz കൊടുക്കുന്ന രീതിക്കാണ് വരയ്ക്കുന്നത്. അത് നേരത്തെ പറഞ്ഞത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചൊന്ന് മനസ്സിലാവുമ്പോഴാണ് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. pxൽ pyയിൽ ഇലക്ട്രോൺസ്, pz വേക്കൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 1s2 2s2 എന്നുള്ളത് മാറി 2s1 2p3 ആയി. അപ്പോൾ എന്താ ഗുണം? നമ്മുടെ കാർബണിൻ്റെ p ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺസ് വരെയാണ്. കാർബണിനകത്ത് p ഓർബിറ്റലിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 6 ഇലക്ട്രോൺസ് ആണ്. അതിൻ്റെ ഹാഫായ 3 ആകുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സൈറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ പിയിൽ 3 ഇലക്ട്രോൺസ് ആയി. വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? 2s 2p 2sലെ ഒരു ഇലക്ട്രോൺ, 2pയിലെ ഓരോ സബ്ഷെല്ലിനകത്ത് ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ആർക്കുള്ളത്? കാർബൺ. അപ്പോൾ ഇതൊരു കാർബണിൻ്റെ കാര്യമാണ്. മൊത്തം 2 കാർബൺ ഉണ്ട്. അപ്പോൾ ഓരോ എസും പിയും, ഒരു എസും പിയും കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നത്. കമ്പൈൻ ചെയ്തിട്ട് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഓക്കെ, അപ്പോൾ ഇതിൽ ഹൈബ്രിഡൈസേഷനിൽ ഓക്കെ നമ്മളപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞു 2s 2pക്കകത്തും 2sനകത്ത് 2 ഇലക്ട്രോൺസ്, 2pക്കകത്ത് മൊത്തം 2 ഇലക്ട്രോൺസ്. അപ്പോൾ അതിലേക്കാണ് എക്സൈറ്റേഷൻ നടക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി ചെല്ലേണ്ടത്. അപ്പോൾ ആക്ച്വൽ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ താണ്ട് 2s 2p സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അതായത് 2sൽ 2 ഇലക്ട്രോൺസും 2pയിൽ 2 ഇലക്ട്രോൺസും ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എസ് ഓർബിറ്റലും അതേപോലെ തന്നെ പി ഓർബിറ്റൽ അതായത് 2pz ആണ് കേട്ടോ. 2pz px py 2px 2py 2pz. ഈ 2pz ആണ് അറ്റോമിക് ഓർബിറ്റൽ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എസും പിയും കൂടെ ചേരുമ്പോൾ 2pz ആണ്. അപ്പോൾ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് ഓരോ കാർബണിനകത്തും അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ട് 2 ഓർബിറ്റൽസ് ഇരിപ്പുണ്ട്. അതായത് ഓരോ കാർബണിനകത്തും ഫോർ ഈച്ച് കാർബൺ 2
unhybridized orbitals can be seen. അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2pxഉം 2pyയും ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മറ്റ് എസും പിയും കൂടെ കമ്പൈൻ ചെയ്ത് ഓരോ കാർബണിനും 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുകയും അതിനകത്ത് ഓരോ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. അതിനു മുന്നേ പറയാനായിട്ട് ഒരു കാര്യം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചർ ഉണ്ടല്ലോ, C ട്രിപ്പിൾ ബോണ്ട് CH ആണ് അസിറ്റിലീൻ എന്ന് പറയുന്നത്. എപ്പോഴും 3 ബോൺസ് ആണ് നമ്മുടെ 2 കാർബൺസ് തമ്മിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിഗ്മ ബോണ്ട് ആയിരിക്കും. ഫസ്റ്റ് വൺ ഓഫ് വിച്ച് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ബോണ്ടാണ്. അടുത്ത 2 എണ്ണം 2 others എന്ന് പറയുന്നത് എന്താണ്? പൈ ബോണ്ടാണ്. 2 എണ്ണം പൈ ബോണ്ടും 1 എണ്ണം സിഗ്മ ബോണ്ടും ആയിരിക്കും. അപ്പോൾ ഇത് പൈ ബോണ്ട് ഏതാണ്, സിഗ്മ ബോണ്ട് ഏതാണ്, അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സ്ട്രക്ചറിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എസും പിയും കൂടെ കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ഒരു എസും ഒരു പിയും കൂടെ കമ്പൈൻ ചെയ്ത് SP ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യുന്നതാ. ഒരു എസ് ഒരു പിയും ഒരു എസും കൂടെ കമ്പൈൻ ചെയ്ത് SP ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്തു. ഇനി എന്താ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു SP ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്ത് അങ്ങനെ മൊത്തം ഒരെണ്ണം ഒരു എസും പിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വെച്ചിട്ട് ഫോം ചെയ്യുന്നു. എന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഇതിനകത്തുള്ള ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത്, ഇപ്പോൾ ഒരു കാർബണിന്റെ കേസാണ് പറഞ്ഞത്, അടുത്ത കാർബൺ ഉണ്ടല്ലോ C1 C2 കാർബണിനകത്തും ഇതേപോലെ സംഭവിക്കുന്നു. എന്നതിന് ശേഷം അവ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഒരു SP ഹൈബ്രിഡ് ഓർബിറ്റലായി. ഈ SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഷേപ്പ് കുറച്ചും കൂടി ഇങ്ങനെയാവും, നമുക്കറിയാം. അപ്പോൾ ഒരു SP ഹൈബ്രിഡ് ഓർബിറ്റലാണിത്. അതുപോലെ അടുത്തൊരു SP ഹൈബ്രിഡ് ഓർബിറ്റലും കൂടി കമ്പൈൻ ചെയ്യാൻ പോവാണ്. കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഇത് മനസ്സിലായി? ഇത് 2 എന്തിൻ്റെയാ? ഇതൊരു SP ആണ്, ഇതൊരു SP ആണ്. 2 കാർബൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള ബോണ്ട് ഏതാ? സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, ഇതൊരു കാർബൺ ആണ്, അടുത്ത കാർബൺ ആണിത്. ഇതിന്റെ 2ന്റെയും കൂടെ ബോണ്ട് ഫോം ചെയ്ത് ഇവിടെ ഒരു CC സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു, ഇവ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട്. ഇനി നമ്മൾ പറഞ്ഞു ഇതിനകത്ത് 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെയാ? 2pxഉം 2pyയും. ഇവ എങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നതെന്നും കൂടെ നോക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രക്ചർ ഒന്നും കൂടി ഇങ്ങോട്ട് വരയ്ക്കുകയാണേ. കണ്ടോ, ഇത് നമ്മുടെ കാർബണിന്റെ കേസാണ്. ഇനി ഇതിനകത്ത് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഈ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇത് നമ്മുടെ 2px ആണെന്ന് വിചാരിക്കാം. 2pxന്റെ സെക്കൻഡ് പോർഷൻ താണ്ട് ഇതാണ്, ഡബിൾ ഷേപ്പിലാണല്ലോ. ഇത് 2py, ഇത് 2py. ഇനി ആരുണ്ട്? 2 ഹൈഡ്രജൻസ് ഇവയായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കേസാണ് ഈ കൊടുത്തേക്കുന്നത്. ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സിംഗിൾ ബോണ്ട് നമ്മൾ കാണിച്ചു, ഇവ തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട്, 2 കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. ഈ 2pxഉം ഇതിപ്പോ ഒരു കാർബണിന്റെ കേസാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സെക്കൻഡ് കാർബണിനകത്തും ഒരു 2pxഉം ഒരു 2pyയും ഉണ്ടല്ലോ. ഒരു കറക്ഷൻ ഉണ്ട്, അതായത് നമ്മൾ ഒരു എസും പിയും കൂടെ കമ്പൈൻ ചെയ്യുന്നു, ഒരു എസും ഒരു പിയും കൂടി കമ്പൈൻ ചെയ്യുന്നു. പിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ആവും? ഇത് ഇതിനകത്തോട്ട് ആക്സിലി ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇതിനെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കാണിക്കുന്നതാ? ഇങ്ങനെ കാണിക്കും. ഒരിടത്ത് കുറച്ചും കൂടെ ബൾജ് ചെയ്ത് ഒരിടത്ത് കുറച്ച് ഇതായിട്ട് നിൽക്കും. ഇതൊരു SP ഹൈബ്രിഡ് ഓർബിറ്റലാണ്. അതേപോലെ തന്നെ ഒരു SP ഹൈബ്രിഡ് ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് നിൽക്കുന്നത്? ഒരു കാർബൺ നിൽക്കുന്നത്.
ഇതേ സ്ട്രക്ചറാണ് അടുത്തും വരുന്നത്. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ ഇത് മാത്രമാണ് വരച്ചത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ആ സ്ട്രക്ചർ നമുക്കൊന്ന് വരയ്ക്കാം. ഇതാ ഇതും കൂടെ കമ്പൈൻ ചെയ്തൊരു സ്ട്രക്ചറും അടുത്ത കാർബൺ കുറച്ചും കൂടി ഇങ്ങോട്ട് വരച്ചെങ്കിലേ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഒരു കാർബണിന്റെ കേസ്. അടുത്ത കാർബണിലും ഇതേ സ്ട്രക്ചർ തന്നെ ഉണ്ട്. ഇവ തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ. ഇതിനകത്ത് പിന്നെ ആരാ ഉള്ളത്? ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടോ നമ്മൾ പറഞ്ഞല്ലോ. ഒന്നല്ല, 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓരോ കാർബണിനകത്തും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലെ ഫിഗർ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ഓർത്ത് വരച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇതിനകത്ത് ഒരെണ്ണം 2px ആണ്. ആ 2pxന്റെ താഴേക്ക് പോയിരിക്കുന്ന പോർഷൻ കറക്റ്റ് അത് തന്നെ വരച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. 2py താഴെ കൂടെ വരച്ച് വെച്ചിരുന്നാൽ കുറച്ചും കൂടി എളുപ്പമാണ്. 2px 2py 2py. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ കാർബണും കൂടെ ആദ്യം തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് സിംഗിൾ ബോണ്ട് വഴി. പിന്നെ 2 ബോണ്ട് ഉണ്ടല്ലോ അതിനകത്ത്, നമ്മുടെ C ട്രിപ്പിൾ ബോണ്ട് C അല്ലേ, ഇതിനകത്ത് ബാലൻസ് ഉള്ള ബോണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഈ pyയും കൂടെ കമ്പൈൻ ചെയ്യുന്നു. ഈ pxും കമ്പൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ pxും pyയും py ഈ ഉണ്ടാകുന്ന ബോണ്ട് പൈ ബോണ്ടാണ്. അതേപോലെ തന്നെ py തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴുണ്ടാകുന്നത് എന്താണ്? 2px 2py. ഇതും പൈ ബോണ്ടാണ്. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ട് മൊത്തം 4 പൈ ബോണ്ടെന്ന് വിചാരിക്കരുത്. ഇത് മേളിലും താഴെയും കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ബോണ്ട് 2 വരച്ചേക്കുന്നതേ ഉള്ളൂ. എന്നതിന് ശേഷം എസ് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നത് എവിടേക്കാ? എസ് ഓർബിറ്റൽ ആരുടേതാ? 2 ഹൈഡ്രജൻസ് ഇല്ലേ? ഈ ഹൈഡ്രജൻസിന്റെ എസ് ഓർബിറ്റൽ ഇവിടെയും ഇവിടെ ആയിട്ട്, അത് വീണ്ടും സിഗ്മ ബോണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവ തമ്മിലുള്ള ബോണ്ട് സിഗ്മ, ഇത് പൈ ബോണ്ട് 2pxും 2 അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ടാണ് 2 പൈ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അസെറ്റിലീൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇതാ ലെഫ്റ്റ് സൈഡിൽ കുറച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അസെറ്റിലീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?